എല്ലാവർക്കും പ്രോഗ്രാമിംഗ് ഇൻ മലയാളം എന്ന ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാവരും കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരാണ്. ഇങ്ങനെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഇടപെടുന്നത് വെബ്സൈറ്റുകളുമായിട്ടാണ്. അത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ശ്രമിക്കുന്നത് ഒരു വെബ്സൈറ്റ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എത്രത്തോളം വിജയിക്കുമെന്ന് അറിയില്ല, എങ്കിലും ശ്രമിക്കുകയാണ്. നമ്മൾ ആദ്യമായിട്ട് ഒരു ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് പഠിക്കാൻ പോകുന്നത്. അല്ലാതെ കുറേ ലാംഗ്വേജുകൾ, കമ്പ്യൂട്ടറിലെ A+Bയും അതുപോലെ തന്നെ കുറേ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ച് നമ്മളെ ഇങ്ങനെ വളരെയധികം ടെൻഷൻ അടിപ്പിക്കുന്നൊന്നല്ല. ഒരു വെബ്സൈറ്റ് നമ്മൾ ഉണ്ടാക്കുകയാണ്. ആ ഉണ്ടാക്കുന്ന വെബ്സൈറ്റ് വഴി നമ്മൾ ഈ ലാംഗ്വേജുകളെയും വെബ്സൈറ്റുകളെയും വെബ് പേജുകളെയും എല്ലാം പരിചയപ്പെടാനുള്ള ഒരു അവസരമായിട്ട് എടുക്കുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് ഒരു ന്യൂസ് ചാനലാണ്. മനോരമ, മാതൃഭൂമി, മംഗളം മുതലായ ചാനലുകളെല്ലാം നമ്മൾ ടി വിയിലും ഒക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മൾ കമ്പ്യൂട്ടറിലും ടാബിലും മൊബൈൽ ഫോണിലും എല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെയുള്ള ഒരു ചാനൽ ഉണ്ടാക്കാൻ ശ്രമിക്കാം നമുക്ക്. അപ്പോൾ ഇങ്ങനെയൊരു ചാനൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ, വെബ്സൈറ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. കുറേ കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഈ നമ്മൾ ഈ കാണുന്ന വെബ് പേജുകൾ നിലനിൽക്കുന്നത് HTML എന്ന് പറയുന്ന ഒരു മാർക്കപ്പ് ലാംഗ്വേജിലാണ്. അതാണ് നമുക്കിതിനൊരു ഫ്രെയിം ഉണ്ടാക്കി തരുന്നത്. അല്ലെങ്കിൽ ഒരു വെബ് പേജിൻ്റെ സ്കെൽട്ടൺ എന്ന് പറയുന്നത് HTML ടാഗുകളാണ്. ആ ടാഗുകളിനെ കുറിച്ച് ചെറിയതായ ഒരു പഠനം നമുക്ക് ആവശ്യമാണ്. അതുപോലെ തന്നെ ഈ സ്കെൽട്ടനായിട്ട് നിൽക്കുന്ന ഈ HTML ഒരു ഓജസ്സും തേജസ്സും നൽകുന്നത് CSS എന്ന് പറയുന്ന കാസ്കേഡ് സ്റ്റൈൽ ഷീറ്റുകളാണ്. അതായത് സ്റ്റൈലുകളാണ്. നല്ല ഏത് കളറിൽ വരണം, ഏത് മുഴുപ്പിൽ അക്ഷരങ്ങൾ പ്രദർശിപ്പിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് CSS ഉപയോഗിച്ചാണ്. അപ്പോൾ CSS നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇനി നമ്മളൊരു വെബ് പേജ് കാണുമ്പോൾ അതിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ഉപഭോക്താവായ കാണുന്ന നമ്മളും, ഒന്ന് നമ്മളെ ഇത് കാണിക്കുന്നവരുടേതായ സെർവർ സൈഡും. ഈ രണ്ട് സൈഡും ഒരു വെബ് പേജ് ചെയ്യുന്നയാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ ഫ്രണ്ട് എൻഡ് അഥവാ ഉപഭോക്താവിൻ്റെ സൈഡ് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട ഒന്നാണ് ജാവാസ്ക്രിപ്റ്റ് എന്ന് പറയുന്ന ഒരു സാധനം. ഒരു ലാംഗ്വേജാണ്. അത്യാവശ്യം നല്ല ടഫായിട്ടുള്ള ലാംഗ്വേജാണ്. അപ്പോൾ അത് പഠിക്കേണ്ടതുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് എൻഡ് അഥവാ ഇത് നമ്മൾക്ക് നൽകുന്ന ആൾക്കാർ സെർവറിൻ്റെ സൈഡിൽ നിന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെർവർ സൈഡ് ലാംഗ്വേജ് ആവശ്യമാണ്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് സെർവർ സൈഡ് ലാംഗ്വേജ് ആയിട്ട് ഉപയോഗിക്കുന്നത് C# എന്ന് പറയുന്ന ലാംഗ്വേജാണ്. ഒരു C എഴുതി ഇപ്പോൾ ഒരു ഹാഷ് സൈനൊക്കെ ഇട്ടേക്കുന്നതാണ്. പക്ഷെ അത് വായിക്കുന്നത് C# എന്നാണ്. ആ C# ലാംഗ്വേജ് മൈക്രോസോഫ്റ്റിൻ്റെയാണ് C# എന്ന് പറയുന്ന ലാംഗ്വേജ്. അപ്പോൾ അതുപോലെ തന്നെ പടങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് പടങ്ങൾ എഡിറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. ഫോട്ടോഷോപ്പോ അല്ലെങ്കിൽ ജിംബോ അതുപോലെയുള്ള ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നുണ്ട്. അതും പഠിക്കണം. പിന്നെ നമ്മൾ ഈ എടുക്കുന്ന ഡേറ്റകൾ അഥവാ ന്യൂസുകളായിട്ട് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഒരു ഡേറ്റാ ബേസ് വേണം. അത്തരത്തിലുള്ള ഡേറ്റാ ബേസുകൾ SQLs, ആ SQL അഥവാ ഡേറ്റാബേസ് സെർവറുകൾ ഉണ്ട്. അതിൽ MySQL ഉണ്ട്, MS SQL ഉണ്ട്, PostSQL ഉണ്ട്, അങ്ങനെ കുറേ SQLുകളുണ്ട്. നമ്മളിവിടെ ഉപയോഗിക്കുന്നത് MS SQL ആണ്. മൈക്രോസോഫ്റ്റിൻ്റെ MS SQL. ആ MS SQLും C# ജാവാസ്ക്രിപ്റ്റും CSSും HTMLും എല്ലാം ഉപയോഗിച്ച് നമ്മളൊരു ന്യൂസ് ചാനൽ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കേട്ട് ഭയപ്പെടേണ്ടതില്ല. നമുക്ക് പതിയെ ചെയ്തു കഴിയുമ്പോൾ ഇത് ഓരോന്നും നമുക്ക് പഠിക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ C# ഉപയോഗിച്ച് ചെയ്യുന്ന വെബ്സൈറ്റുകൾ ASP.NET എന്നാണ് ആ സാങ്കേതിക വിദ്യ അറിയുന്നത്. ഇത് മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അപ്പോൾ ASP.NET ഉപയോഗിച്ച് നമുക്ക് ഒരു വെബ്സൈറ്റ് നിർമ്മിക്കണമെന്നുണ്ടെങ്കിൽ
ആദ്യം വേണ്ട ഒന്ന് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റിൻ്റെ ASP.NET ഉപയോഗിക്കുന്നതിനും അത് എഡിറ്റ് ചെയ്യുന്നതിനുമായിട്ട് ഉപയോഗിക്കുന്ന IDE അഥവാ വിഷ്വൽ സ്റ്റുഡിയോ .NET എന്ന് പറയുന്നൊരു സാധനം, ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. വിഷ്വൽ സ്റ്റുഡിയോ .NET ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അത് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ കയറുക, അല്ലെങ്കിൽ നമ്മൾ ഒരു വെബ് പേജ് എടുത്തിട്ട് അതിനകത്ത് വിഷ്വൽ സ്റ്റുഡിയോ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കാണിക്കും. അതിനകത്ത് കമ്മ്യൂണിറ്റി വെർഷൻ ഉണ്ട്. കമ്മ്യൂണിറ്റി എന്ന് പറയുന്നൊരു വെർഷൻ ഉണ്ട്. ആ വെർഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആർക്ക് വേണേലും ഉപയോഗിക്കാൻ പറ്റും. അതിന് പ്രത്യേകമായിട്ട് ലൈസൻസോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ കമ്മ്യൂണിറ്റി വെർഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുക്കുന്നത് വിഷ്വൽ സ്റ്റുഡിയോ 2022 വെർഷനാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്കത് ആദ്യം ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ നേരത്തെ അതെടുത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യുകയാണ്. ഇതാണ് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ. ഇതാണ് വിഷ്വൽ സ്റ്റുഡിയോ 2002 ഓപ്പണായി വരുമ്പോൾ, ആദ്യമായിട്ട് വരുമ്പോൾ ഉള്ള സ്ക്രീന്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ക്ലോൺ റെപ്പോസിറ്ററി, ഓപ്പൺ എ പ്രൊജക്റ്റ് ഓർ സൊല്യൂഷൻ, ഓപ്പൺ എ ലോക്കൽ ഫോൾഡർ, ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ്, അങ്ങനെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് തുടങ്ങാൻ പോകുന്നതുകൊണ്ട് ക്രിയേറ്റ് എ ന്യൂ പ്രൊജക്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ കുറേ കാര്യങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൽ ആദ്യമായിട്ട് ഇവിടെ ആദ്യം ലാംഗ്വേജ്, നമ്മൾ എടുക്കുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് C# ആണ്. അതുകൊണ്ട് C# എന്ന് കൊടുക്കുന്നു. പ്ലാറ്റ്ഫോം വെബ്സൈറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓൾ പ്ലാറ്റ്ഫോം എന്നാക്കി കൊടുക്കുക. പ്രൊജക്റ്റ് ടൈപ്പ് ഓൾ പ്രൊജക്റ്റ് ടൈപ്പ് എന്നാക്കി കൊടുക്കുക, അല്ലെങ്കിൽ വെബ് എന്നാക്കി കൊടുക്കുക. ഇനി താഴോട്ട് നോക്കുക. നമുക്ക് വേണ്ടത്, നമ്മൾ ചെയ്യാൻ പോകുന്നത് MVC എന്ന് പറയുന്നൊരു സ്റ്റാൻഡേർഡിലാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ASP.NET വെബ് ആപ്ലിക്കേഷൻ MVC സ്റ്റാൻഡേർഡിലുള്ളത് വേണം. MVC എന്ന് പറഞ്ഞാൽ മോഡൽ വ്യൂ കൺട്രോൾ. അത് നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. അപ്പോൾ താഴേക്ക് വരുമ്പോൾ ASP.NET കോർ വെബ് ആപ്ലിക്കേഷൻ മോഡൽ വ്യൂ കൺട്രോൾ ഉണ്ട്. അതല്ല നമ്മൾ എടുക്കുന്നത്. നമ്മൾ താഴേക്ക് വന്ന് ASP.NET വെബ് ആപ്ലിക്കേഷൻ .NET ഫ്രെയിംവർക്ക്, ASP.NET ആപ്ലിക്കേഷൻ ആൻഡ് MVC ഫ്രെയിംവർക്ക് എന്ന് പറഞ്ഞ് ഇടമുണ്ട്. അത് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുന്നു. അതായത് ASP.NET വെബ് ആപ്ലിക്കേഷൻ എന്നുള്ളതാണ്. കോർ ആപ്ലിക്കേഷൻ അല്ല, വെബ് ആപ്ലിക്കേഷൻ. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇനി ഇവിടെ നമ്മുടെ സൈറ്റിൻ്റെ പേര് അല്ലെങ്കിൽ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് കൊടുക്കുകയാണ്. മൈ ന്യൂസ് ഓൺലൈൻ പേര് കൊടുക്കുകയാണ്. മൈ ന്യൂസ് ഓൺലൈൻ എന്നുള്ളൊരു പേരാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ എവിടെയാണ് ഈ പ്രൊജക്റ്റ് സേവ് ചെയ്യേണ്ടതെന്നുള്ളതാണ് രണ്ടാമത് ലൊക്കേഷൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ എടുക്കുക. അപ്പോൾ ഞാനിവിടെ ട്യൂട്ടോറിയൽ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ സെലക്ട് കൊടുക്കുക, അവിടെ കൊടുക്കുക. അപ്പോൾ അതിന് താഴെ സൊല്യൂഷൻ നെയിമുണ്ട്. അതും നമ്മുടെ ഓൾറെഡി പ്രൊജക്റ്റ് നെയിം തന്നെയാണ് കൊടുത്തത്, വേണം മാറ്റി കൊടുക്കാം, അല്ലാതെ തന്നെ കൊടുക്കുന്നത് കുഴപ്പമില്ല. ഇനി അതിന് ശേഷം താഴെ .NET ഫ്രെയിംവർക്ക് 4.81 ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. അതാണ് നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിന് താഴെയുള്ള വെർഷനുകളുണ്ട്. ഇതുപോലെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏറ്റവും പുതിയ വെർഷനായ 4.8.1 ആണ് എടുക്കുന്നത്. അതിനുശേഷം ക്രിയേറ്റ് എന്നുള്ളത് കൊടുക്കുക. ആ ക്രിയേറ്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ പുതിയൊരു വിൻഡോ കാണിച്ചു തരും. അതിനകത്ത് MD, വെബ് ഫോംസ്, MVC, വെബ് API, സിംഗിൾ പേജ് ആപ്ലിക്കേഷൻ, അങ്ങനെ കുറേ സ്റ്റാൻഡേർഡുകൾ കാണിച്ചിട്ടുണ്ട്. അതൊരു ഫ്രെയിംവർക്ക് ലെവലുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്നത് MD എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോലെ A2 പഠിക്കാനുള്ളതുകൊണ്ട് MD എടുക്കുകയാണ്. MD എന്ന് എടുക്കുന്നു. പക്ഷേ അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് MVC എന്ന് കിടക്കുന്നിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്യുക. വേറെ വെബ് ഫോംസ് വേണ്ട, വെബ് API വേണ്ട, ഒന്നും വേണ്ട. കോൺഫിഗർ HTTPS അത് കിടന്നോട്ടെ, എടുക്കുക. വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ക്രിയേറ്റ് കൊടുക്കുക. ശകലം വെയിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മുടെ പ്രൊജക്റ്റ് വിഷ്വൽ സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വിഷ്വൽ സ്റ്റുഡിയോയിൽ ലോഡ് ചെയ്തതിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നും വിഷ്വൽ സ്റ്റുഡിയോയുടേതായ കുറച്ച് കാര്യങ്ങളുണ്ട്, അതും കൂടി ഒന്ന് പറയാം, പരിചയപ്പെടുത്താം. അതിൽ ലെഫ്റ്റ് സൈഡിലായിട്ട് സൊല്യൂഷൻ സെർവർ എക്സ്പ്ലോറർ,
ഇത് കിടപ്പുണ്ട്. അത് നമ്മുടെ ഡാറ്റാബേസ് സെർവറുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് കിടക്കുന്നത്. ഇനി അതിന് താഴെ ടൂൾ ബോക്സ് ഉണ്ട്. അത് നോർമൽ കേസിൽ നമുക്ക് വെബ് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ ടൂൾ ബോക്സിനൊന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ റൈറ്റ് സൈഡിലായിട്ട് സൊല്യൂഷൻ എക്സ്പ്ലോറർ. ഇവിടെയാണ് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ വെബ്സൈറ്റ് ചെയ്യുന്ന വെബ്സൈറ്റിൻ്റെതായ ഫയലുകൾ ഇടുന്നതിനുള്ള ആ ഫയൽ സ്ട്രക്ചറുകളാണ് കാണിച്ചിരിക്കുന്നത്. അതിന് ആവശ്യമായുള്ള ഫയലുകളും ഫയൽ സ്ട്രക്ചറുകളും എല്ലാം കാണിച്ചു തരുന്നതാണ് മൈ സൊല്യൂഷൻ എക്സ്പ്ലോറർ എന്ന് പറയുന്നതിനകത്ത്. അപ്പോൾ അതിനകത്ത് സൊല്യൂഷൻ നെയിം മൈ ന്യൂസ് ഓൺലൈന്, നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേര് മൈ ന്യൂസ് ഓൺലൈൻ എന്നാണ്. അതിൻ്റെ കാര്യങ്ങളുണ്ട്. പ്രോപ്പർട്ടീസ്, റെഫറൻസ്, ആപ്പ് ഡേറ്റ, ആപ്പ് സ്റ്റാർട്ട്, കൺട്രോളേഴ്സ്, മോഡൽസ്, വ്യൂ, ഗ്ലോബൽ, പാക്കേജ്, വെബ് കോൺഫിഗ്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ പയ്യെ പഠിക്കുന്നുണ്ട്. അപ്പം നമ്മളിത് നോക്കാം. വ്യൂസ് എന്ന് പറയുന്നതിനകത്ത് വെബ് കോൺഫിഗ് എന്നൊരു ഫയൽ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. റൂട്ട് കോൺഫിഗറേഷൻ, ഓരോ കാര്യങ്ങൾ കാണിച്ചു തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനുള്ളതാണ് സൊല്യൂഷൻ എക്സ്പ്ലോറർ. പ്രോപ്പർട്ടീസ്, നമ്മളെടുക്കുന്ന ഏതെങ്കിലും ഒരു കണ്ടന്റ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കോമ്പണൻറ്റിൻ്റെ പ്രോപ്പർട്ടീസ് കാണിച്ചു തരാൻ വേണ്ടിയാണ്. അതൊന്നും നമുക്കിപ്പോൾ വെബ് ആപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കിതൊന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് വേണ്ടത് സൊല്യൂഷൻ എക്സ്പ്ലോററിലെ കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് മോഡൽ വ്യൂ കൺട്രോൾ അഥവാ MVC സ്റ്റാൻഡേർഡിലാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ MVC സ്റ്റാൻഡേർഡ് വിശദീകരിക്കാൻ പോയാൽ ഒത്തിരി കാര്യങ്ങളുണ്ട്. ഏറ്റവും സിമ്പിളായിട്ട് വളരെ ലളിതമായിട്ട് പറയാം. നമ്മൾ ഉപഭോക്താവിൻ്റെ ഭാഗത്തു നിന്ന് ഒരു റിക്വസ്റ്റ്, അതായത് നമ്മളൊരു പേജിൻ്റെ ഒരു ബട്ടണിലോ എവിടെയെങ്കിലും ഒരു ലിങ്കിലോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സെർവറിൻ്റെ സൈഡിൽ വരുമ്പോൾ നേരെ അത് കൺട്രോളിൻ്റെ ഭാഗത്ത് നിന്ന് അവിടെ വെച്ച് കൺട്രോളർ തീരുമാനിക്കുന്നത് എന്ത് ചെയ്യണം, ഈ വരുന്ന റിക്വസ്റ്റ് എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് കൺട്രോളറാണ്. ആ കൺട്രോളർ അവിടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായ വർക്കുകളെല്ലാം നമ്മൾ എഴുതി കൊടുത്തിട്ടുള്ള വർക്കുകൾ നമ്മൾ എന്നൊക്കെ ചെയ്യണമെന്ന് കൺട്രോളർ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതിനെ വ്യൂ എന്ന് പറയുന്നിടത്ത് ആണ് നമുക്ക് കാണാനുള്ള പേജുകൾ ഡിസ്പ്ലേ ചെയ്യുന്നത്. വ്യൂവിൽ കാണുന്നതാണ് ഒരു ഉപഭോക്താവ് കാണാനുള്ള ഭാഗങ്ങളാണ് വ്യൂവിനകത്ത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഈ കൺട്രോളിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ഉപഭോക്താവിനെ സംബന്ധിച്ചോളം അറിയേണ്ട ആവശ്യമില്ല. അയാൾക്ക് കാണേണ്ടത് മുഴുവൻ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വ്യൂ എന്ന് പറയുന്ന ഭാഗത്താണ്. അപ്പം കൺട്രോളർ വ്യൂവിലേക്ക് കൊടുക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും ഡേറ്റകളൊക്കെ എടുക്കേണ്ടതുണ്ടെങ്കിൽ അത് മോഡലിൽ നിന്ന് വിളിച്ചെടുക്കും. മോഡലിൽ നിന്നാണ് ഡേറ്റയും കാര്യങ്ങളും എടുക്കുന്നത്. അപ്പം മോഡലും വ്യൂവും കൺട്രോളും കൂടി ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നതാണ് മോഡൽ വ്യൂ കൺട്രോൾ. ഇത് ഏറ്റവും സിമ്പിളാണ്. ഇതൊന്നും അല്ല ഇതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, അപ്പം നമ്മൾ പുതിയൊരു പേജ്, നമ്മുടെ ഒരു ഹോം പേജാണ് ആദ്യം വേണ്ടത്. നമ്മളൊരു സൈറ്റ് എടുത്താലും ആദ്യം ഒരു പേജ് വരും, ഹോം പേജ്. അപ്പോൾ ആ ഹോം പേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ട് നമ്മൾ കൺട്രോൾ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. വേറെ സിമ്പിളായിട്ട് ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ആ കൺട്രോളർ എന്ന് പറയുന്ന ഫോൾഡറിൽ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനകത്ത് കുറേ കാര്യങ്ങളുണ്ട്. അതിൽ മൂന്നാമത് കിടക്കുന്ന ആഡ് എന്നെടുക്കുക. ആഡ് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു വിൻഡോ പോപ്പ് ചെയ്ത് വരും. അതിൽ ഏറ്റവും മുകളിലായിട്ട് കൺട്രോളർ എന്ന് പറയുന്നൊരു എണ്ണമുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. അതേ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾറെഡി ആഡ് ന്യൂ സ്കഫോൾഡ് ഐറ്റംസ് എന്ന് വരും. അതിനകത്ത് MVC പ്ലാറ്റ്ഫോമാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് കൺട്രോളർ കാണിക്കും. അതിനകത്ത് MVC കൺട്രോളർ MG ഉണ്ട്, ആഡ് റീഡ് റൈറ്റ് ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായാലും നമ്മൾ MG തന്നെ എടുക്കുകയാണ്. നമ്മളെല്ലാം തുടക്കമായതുകൊണ്ട് എല്ലാം MG ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. MG കൊടുത്ത് ആഡ് എന്ന് കൊടുത്തു. അതിനകത്ത് ഡിഫോൾട്ട് കൺട്രോളർ എന്നാണ് വന്നേക്കുന്നത്. അതിൽ നമ്മൾ ആ ഡിഫോൾട്ട് എന്നുള്ളതൊന്ന് മാറ്റുകയാണ്. അതിനുശേഷം നമ്മളവിടെ പുതിയതായിട്ട് ഹോം പേജാണ് വേണ്ടത്. നമ്മൾ ഹോം എന്ന് കൊടുക്കുകയാണ്. ഹോം ആ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, എപ്പോഴും പേരിൻ്റെ ആണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് ആഡ് കൊടുക്കുക. ഒരു കൺട്രോളർ ആഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതാണ് കൺട്രോളർ എന്ന് പറയുന്ന സാധനം. അപ്പോൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ പേടിച്ചു പോകും. കുറേ യൂസിങ് കളക്ഷൻ ജനറിക്ക്, സിസ്റ്റം ലിങ്ക്, സിസ്റ്റം വെബ്, സിസ്റ്റം ഡോട്ട് വെബ്, MVC, നെയിം സ്പേസ്, പബ്ലിക്, ക്ലാസ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാം. ഇതെല്ലാം കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിൽ C# എന്ന് പറയുന്ന ലാംഗ്വേജ് ഓൾറെഡി ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജാണ്. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരിടത്ത് ഒരു ഒബ്ജക്റ്റ്, ഒരു മോഡൽ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഒരു സാധനം, ഒരു വസ്തു ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതിൻ്റെ ഒബ്ജക്റ്റുകൾ
അതിൻ്റെ ഒരു പകർപ്പുകളാണ് നമ്മൾ ബാക്കി എല്ലായിടത്തും ഉപയോഗിക്കുന്നത്. ഇതും ഏറ്റവും സിമ്പിളാണ്, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടല്ല, ഏറ്റവും സിമ്പിളായിട്ടാണ്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പെര പണിയുന്നുണ്ട്. പെര പണിയുമ്പോൾ കട്ടകൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്രിക്സുകൾ ഉപയോഗിച്ചാണ് പെര പണിയുന്നത്. അപ്പോൾ ഈ കട്ടകൾ എന്ന് പറയുന്ന സാധനം ഓൾറെഡി എവിടെയെങ്കിലും ആരെങ്കിലും സ്റ്റാൻഡേർഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു മോഡലിൻ്റെ പകർപ്പുകളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ആദ്യമായിട്ട് ഉണ്ടാക്കിയ ഒരാൾ പുതുതായിട്ട് ഉണ്ടാക്കിയ ആ കട്ട അതേപടി കൊണ്ട് വെക്കുകയല്ല ചെയ്യുന്നത്. അതിൻ്റെ പകർപ്പുകളാണ് ഉപയോഗിക്കുന്നത്. വേറെ എവിടെയോ ആരോ എന്നോ ക്രിയേറ്റ് ചെയ്തിട്ടൊരു കട്ട അല്ലെങ്കിൽ ഒരു ബ്രിക്സ് എന്ന് പറയുന്ന ഒരു സാധനം, ആ ബ്രിക്സിൻ്റെ പകർപ്പുകളാണ് നമ്മൾ എല്ലായിടത്തും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അത്ര സിമ്പിളായിട്ടേ പറയാൻ പറ്റുള്ളൂ. ഇത് കൂടുതൽ സിമ്പിളായിട്ട് അതുപോലെ സിമ്പിളായിട്ടാണ് ഈ പറയപ്പെടുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ആ ഒബ്ജക്റ്റുകളൊക്കെ നമ്മളിപ്പോൾ വിളിക്കുന്നതിന് പഠിക്കും. അപ്പോൾ അങ്ങനെ ഒരു ഒബ്ജക്റ്റ് ആണ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിൽ ക്ലാസ്സുകളുണ്ട്. ഈ ക്ലാസ്സുകളുടെ പകർപ്പുകളാണ് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പകർപ്പുകളെയാണ് ഒബ്ജക്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നെയിം സ്പേസ് എന്ന് പറയുന്നത് ഓൾറെഡി നമ്മുടെ ഈ പ്രൊജക്റ്റിൻ്റെ ഏതിനകത്താണ് ഈ പ്രൊജക്റ്റ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതായത് മൈ ന്യൂസ് ഓൺലൈൻ എന്ന് പറയുന്ന പ്രൊജക്റ്റിനെയാണ് കാണിക്കുന്നത്. ആ സൊല്യൂഷനകത്തും ആ സൊല്യൂഷൻ കൺട്രോളേഴ്സിനകത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ ഫോൾഡർ ഉണ്ട്, കൺട്രോളേഴ്സിനകത്താണ് നിൽക്കുന്നത്. അത് കാണിക്കാൻ വേണ്ടി നെയിം സ്പേസ്. അതിനുശേഷം ക്ലാസ്, ഹോം എന്ന് പറയുന്ന ഒരു കൺട്രോളാണ് നമ്മൾ തരിക. അതൊരു ക്ലാസ് ആണ്. ഇതിനകത്ത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാം ക്ലാസ്സുകളാണ്. ആ ക്ലാസ് എന്ന് പറയുന്നത് കൺട്രോളർ ആണ്. കൺട്രോളർ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിൽ നിന്നും ഉരുത്തിരിഞ്ഞ് വന്നേക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഈ കൺട്രോളർ എന്ന് പറയുന്ന ക്ലാസ് വേറെ ഓൾറെഡി നേരത്തെ തന്നെ ഈ ASP.NET C# ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണണമെങ്കിൽ നമ്മളിത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഗോ ടു ഡെഫിനിഷൻ എന്ന് കൊടുക്കുക. താഴെ വരുന്നുണ്ട്. ഇതാണ് കൺട്രോളർ എന്ന് പറയുന്ന നേരത്തെ ചെയ്തു വെച്ചിരിക്കുന്ന ഒരു പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. ആ പേജ് എന്ന് പറയുന്നത് ആ സോഫ്റ്റ്വെയറിൻ്റെ ഡീറ്റെയിൽസ്. ഒരു കൺട്രോൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് ഡെഫിനിഷൻ ചെയ്തു വെച്ചിരിക്കുന്ന ഓൾറെഡി ഈ മൈക്രോസോഫ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ ബോധറാകേണ്ട ആവശ്യമില്ല. നമ്മൾ അത്രയ്ക്ക് ഡീപ്പായിട്ട് പഠിക്കാൻ പോകുമ്പോൾ മാത്രം ആ കൺട്രോളിനെ കുറിച്ച് ബോധറായാൽ മതി. നമുക്കിപ്പോൾ ഇവിടെ കിട്ടിയ കൺട്രോളിനെ അവിടെ എടുക്കുന്നു. അതായത് ഈ കൺട്രോളറിൽ നിന്നുള്ള കാര്യങ്ങളാണ് അങ്ങോട്ട് വന്നിരിക്കുന്നതെന്ന് മാത്രം ഓർക്കുക. ഓക്കെ, അപ്പോൾ കൺട്രോളർ. ഇനി തൊട്ട് താഴെയായിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് പബ്ലിക് ആക്ഷൻ റിസൾട്ട് ഇൻഡെക്സ് റിട്ടേൺ വ്യൂ എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഇതിൽ പബ്ലിക് എന്ന് പറയുന്നത് അതും എളുപ്പത്തിൽ പറയാം, പൊതു മുതലാണ് എന്നും കൂട്ടിക്കുക. ആർക്കും കയറി ഉപയോഗിക്കാവുന്ന, ആർക്കും കയറി നിരങ്ങാവുന്ന രീതിയിലുള്ളതാണ് പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഓരോ എണ്ണമുണ്ട്. പബ്ലിക് ആക്ഷൻ റിസൾട്ട് ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനെ പറയുന്ന പേരെന്ന് പറഞ്ഞാൽ C# പറയുന്നത് മെത്തേഡ്സ് എന്നാണ് പറയുന്നത്. മെത്തേഡുകളാണ്. ആക്ഷൻ റിസൾട്ട് എന്ന് പറയുന്നത് അതേത് രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ള ഡേറ്റ ടൈപ്പ് എന്നൊക്കെയാണ് പറയുന്നത്. അതേത് രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളതാണ്. ഇത് ആക്ഷനാണ്. അതൊരു റിസൾട്ട് കാണിക്കാൻ വേണ്ടിയാണ്. അതായത് ഈ ഫങ്ഷൻ റിട്ടേൺ ചെയ്യുന്നത്. റിട്ടേൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു മെത്തേഡിലേക്ക് എന്തെങ്കിലും കൊടുക്കാനോ അല്ലെ തിരിച്ചു മേടിക്കാനോ ഉപയോഗിക്കും. കൊടുക്കുന്നതിന് നമ്മൾ അതിന് ഡേറ്റ ടൈപ്പുകളുണ്ട്, അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ആ ഡേറ്റ ടൈപ്പ് എന്നാണ് പറയാം. ഇതിനകത്ത് നമ്മൾ റിട്ടേൺ ആയിട്ട് കിട്ടുന്നത്, ഇങ്ങോട്ട് തിരിച്ച് കിട്ടുന്നത്, ഈ മെത്തേഡ് എന്താണോ തിരിച്ചു തരുന്നത് എന്നുള്ളതാണ് ഈ ആക്ഷൻ റിസൾട്ട് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ റിട്ടേൺ ചെയ്യുന്നത് ഒരു വ്യൂ ആണ്, വ്യൂ പേജാണ് റിട്ടേൺ ചെയ്യുന്നത്. അത് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ഈ പേജിൻ്റെ ഈ ആദ്യം എപ്പോഴും വിളിച്ചെടുക്കുന്ന ആദ്യത്തെ പേജ്, ഹോം പേജ്, ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ബേസ് നെയിമിലോടുകൂടി റൺ ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് ഇൻഡെക്സ് എന്ന് പറയുന്ന ഫംഗ്ഷനാണ്. ഫംഗ്ഷൻ എന്ന് പറഞ്ഞു പഠിച്ചതാണ് ഇൻഡെക്സ് എന്ന് പറയുന്ന മെത്തേഡ്. അപ്പോൾ ഇനി ഇവിടെ ഇതിന് വ്യൂ ഉണ്ടാക്കണം. അപ്പോൾ അതിനുവേണ്ടി ഈ ഇൻഡെക്സിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം ആഡ് വ്യൂ എന്ന് പറയുന്ന ഓപ്ഷൻ കാണിക്കും. ആഡ് വ്യൂ ക്ലിക്ക് ചെയ്യുക. MVC5 വ്യൂ എന്ന് കാണിക്കും. ആഡ് കൊടുക്കുക. ഇവിടെ ഇൻഡെക്സ് എന്നുള്ള പേര് വന്നിട്ടുണ്ട്. വ്യൂ നെയിം ഇൻഡെക്സ് എന്നാണ്. MT വിത്തൗട്ട് മോഡൽ. ഇവിടെ ഇപ്പോൾ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. യൂസിങ് എ ലേഔട്ട് പേജ് എന്നുള്ളതുകൊണ്ട് അവിടെ നമ്മളിപ്പോൾ ഒന്നും ചെയ്യുന്നില്ല. അവിടെ ശരിച്ചനും കിടന്നോട്ടെ. എന്നിട്ട് നമ്മൾ ആഡ് എന്ന് കൊടുക്കുന്നു. ഓക്കെ, നമുക്ക് ഇവിടെ ഒരു പേജ് വന്നിട്ടുണ്ട്. ഇതാണ് index.cshtml എന്ന് പറഞ്ഞൊരു ഫയൽ വന്നിട്ടുണ്ട്. അതുപോലെ കൺട്രോളിൻ്റെ ഒക്കെ
എക്സ്റ്റൻഷൻ നോക്കിക്കൊള്ളുക. CS എന്നാണ് കിടക്കുന്നത്. CS HTML എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പേജ്. ഇപ്പോൾ ഈ ക്രിയേറ്റ് ചെയ്ത് വ്യൂവിനകത്ത് ഹോം എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിനകത്താണ് index.cshtml എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിനോടൊപ്പം തന്നെ ഒരു എക്സ്ട്രാ ഒരു ഫയൽ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഷെയർഡ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് ലേഔട്ട് എന്ന് പറഞ്ഞൊരു പേര് കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞുതരാം. അതുപോലെ തന്നെ ഇവിടെ മുകളിലൊരു ഫോൾഡർ കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. കണ്ടന്റ് എന്ന് പറയുന്ന ഫോൾഡർ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അതിനകത്ത് site.css എന്ന് പറയുന്ന ഫയലും കൂടി ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇതും നമുക്ക് പുറകെ പറയാം. അപ്പം CSHTML എന്നുള്ളത് നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഈ പേജിനകത്ത് അത് CSHTML ആയിട്ടുള്ള ഫയലിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് വ്യൂ ഇൻ ബ്രൗസർ എന്ന് കൊടുക്കുക. ഇതാണ് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പേജ്. ഒരു വെബ്സൈറ്റ് ആയിട്ട് നമ്മൾ എവിടെ പേജ് കാണിക്കുക, ഒരു വെബ് ബ്രൗസറെ കാണിക്കുകയാണെങ്കിൽ വരുന്നത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇതിനകത്ത് നമ്മൾ ചേർക്കാത്ത കുറേ കാര്യങ്ങൾ, ആപ്ലിക്കേഷൻ നെയിം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു കുറേ 25 കോപ്പിറൈറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് വന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസ് ആയിട്ട് നമ്മളൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഒരു ASP ഡോണ്ടിട്ട് പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനും അതിനകത്തൊരു കൺട്രോളിനകത്ത് ഒരു ഹോം പേജിൻ്റെ ഒരു കൺട്രോൾ ക്രിയേറ്റ് ചെയ്യാനും അതിൽ നിന്ന് ഒരു പേജ് ഡിസ്പ്ലേ ചെയ്യാനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നത്തെ ഈ ഇത്രയും കാര്യങ്ങളുണ്ട്. ഇന്നത്തെ ആദ്യത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. ഇത് എങ്ങനെയുണ്ടെന്ന് പറയുക. ഏറ്റവും സിമ്പിളായിട്ടും ലളിതമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും പറയാനായിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ സാധാരണക്കാർക്ക് മനസ്സിലാകില്ല. സാധാരണക്കാരെ ആരെയും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തേക്കുന്നതല്ല, എന്നാൽ പോലും ഏറ്റവും സിമ്പിളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായെങ്കിൽ പറയുക, സംശയങ്ങളുണ്ടെങ്കിലും പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് വൈൻഡ് അപ്പ്.